ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശു വെളിപ്പെടാറായി തന്തയാം സഭയെ ചേർത്തിടാറായി. യേശു വെളിപ്പെടാറായി തന്തയാം സഭയെ ചേർത്തിടാറായി. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം യേശുവെ എതിരേൽപ്പാൻ. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം യേശുവെ അല്ലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ച തീടാം അല്ലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. കഷ്ടമില്ല വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല. കഷ്ടമില്ല വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല. ഹല്ലേലൂയ പാടാം ആരാധിച്ച തീടാം അല്ലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ച തീടാം അല്ലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം.
ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യം വായിക്കാം. തുടർന്ന് 5-ാമത്തെ വാക്യവും വായിക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അന്ന് യെരൂശലേമിലും യഹൂദ്യദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ ആത്മീയ ഭാവി ഭദ്രമാക്കണം, ഉറപ്പുള്ളതാക്കണം എന്ന് ആഗ്രഹമുള്ളതായ ആളുകൾ ആ കാലത്തുണ്ടായിരുന്നു. കർത്താവായ യേശു എൻ്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്ന് ആ യഹൂദ്യ മലനാട്ടിൽ യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന കാലത്തെ സംഭവമാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്താണ് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ആ നിർമ്മലമായ ശക്തിയേറിയ ദൂതാണ് ജനത്തോട് വിളിച്ചു പറഞ്ഞത്. മുഖം നോക്കാതെ ദൈവത്തിൻ്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടത് പട്ടാളക്കാരുണ്ട്, ഉന്നതന്മാരുണ്ട്, ദേവാലയത്തിൽ പോകുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്. പക്ഷേ ഒരു വലിയ കൂട്ടം ജനം തങ്ങളുടെ ആത്മീയ ഭാവി ഉറപ്പാക്കണമെന്ന് അവർ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു. വചനം കേട്ടപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. തങ്ങളുടെ ആത്മീയ ഭാവി തങ്ങൾ തന്നെയാണ് ഉറപ്പാക്കേണ്ടത്. തങ്ങളുടെ ആത്മീയ ഭാവി വേറെ ആരും ഞങ്ങൾക്ക് തരുന്നതല്ല. ദൈവരാജ്യം ആരെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയില്ല. ഇളകാത്ത രാജ്യം ഒരു സഭ തരികയില്ല. ഇളകാത്ത രാജ്യം അന്ന് അവരുടെ പള്ളിയുണ്ട്, പള്ളി തരികയില്ല. ഇളകാത്ത രാജ്യം അഥവാ ദൈവരാജ്യം അഥവാ നിത്യജീവൻ എന്നുള്ളത് ഞാൻ തന്നെ ഉറപ്പാക്കേണ്ട കാര്യമാണെന്ന് ബോധമുള്ളതായ ആ ദേശത്തെ ആളുകൾ ആ വചനം കേട്ട് ആ വചനമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ തീരുമാനിച്ചു. ദൈവരാജ്യം പ്രാപിക്കണം, ഇളകാത്ത രാജ്യത്ത് എത്തണമെന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ, അതൊരു വ്യക്തിക്ക് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവന് ബോധ്യം വന്നാൽ അവൻ അതിനുള്ളതായ സകല കൃപയും സകലവും ദൈവം അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതവന് തിരിച്ചറിയാൻ സാധിക്കും. അതിനെന്താണ്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും എന്ത് മുഖാന്തരത്തിലൂടെയാണ് അവന് ദൈവരാജ്യത്തിൽ എത്താൻ കഴിയുക എന്നും എല്ലാം അറിയിച്ചുകൊണ്ടുള്ളതായ ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ. ഈ ബൈബിൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത മനുഷ്യരുണ്ട്. എന്നുവെച്ചാൽ നിസ്സാരമായി പഞ്ചസാര വെള്ളത്തിൽ കലക്കി, അത് വെള്ളത്തിൽ അപ്ലൈ ചെയ്ത് വെള്ളത്തിൽ കലങ്ങി, അത് കുടിച്ചു, മധുരമുള്ളതാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ അപ്ലൈ ചെയ്തവരുണ്ട്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ അപ്ലൈ ചെയ്തു. പ്രവാചകന് മനസ്സിലായി, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് പ്രവാചകൻ പറഞ്ഞു. ദൈവത്തിന് മനസ്സിലായി. എൻ്റെ ഇന്നത്തെ ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. തൻ്റെ അന്നത്തെ ആത്മീയ അവസ്ഥ താൻ ഇളകാത്ത രാജ്യം അഥവാ ദൈവരാജ്യം പ്രാപിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തുടർന്ന് അവിടെ തിരുത്തുകൾ വരുത്തുന്നുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഥവാ വചനം ജീവിതത്തിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ ശരിയായ ലക്ഷ്യത്തോടെയല്ല പോണത്, വിശുദ്ധിയുടെ മാർഗത്തിലല്ല പോണത്, ഹൃദയശുദ്ധിയോടെയല്ല പോകുന്നത്, ഇനിയും ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട് എന്ന് അപ്പോസ്തലന് കാര്യങ്ങൾ മനസ്സിലായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മരണത്തിലേക്കാണ് പോണത്. ആ കാര്യത്തിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. ഉന്നതനായാലും കൊള്ളാം, സാധാരണക്കാരായാലും കൊള്ളാം, നാം എല്ലാം മുന്നോട്ട് പോകുന്നത് മരണത്തിലേക്കാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. അവിടെ എന്താണ് ഇയ്യോബിനോട് സ്നേഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് നമുക്കൊന്ന് കേൾക്കാം. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കും. യു ഷാൽ കം ടു യുവർ ഗ്രേവ് ഇൻ റൈപ്പ് ഏജ്.
നീ തക്ക സമയത്ത് നിന്റെ കല്ലറയുടെ വാതുക്കൽ നീ എത്തും. ഇൻ യുവർ റൈപ്പ് ഏജ് യു വിൽ റീച്ച് ഇൻ യുവർ ഓൾഡ് ഏജ് യു വിൽ റീച്ച് ഇൻ യുവർ ഗ്രേവ് ആസ് എ ഷീഫ് ഓഫ് ഗ്രെയിൻ ഗോസ് ടു ത്രഷിംഗ് ഫ്ലോർ. വിളഞ്ഞ ഒരു നെൽക്കതിര് അല്ലെങ്കിൽ കറ്റ, വിളഞ്ഞ കറ്റ അത് മെതിക്കളത്തിലെത്തുന്നത് പോലെ നീ തക്ക സമയത്ത് ശവക്കുഴിയുടെ അരികത്ത് എത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സത്യമാണിതെല്ലാം. പക്ഷേ അതൊരു സാധാരണ സത്യമാണ്, അതെല്ലാവർക്കും ബാധകമായൊരു സത്യമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലും ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലും എല്ലാം ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് മോശ ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് ആവർത്തന പുസ്തകം 28-ലുണ്ട്, ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലുമുണ്ട്. പക്ഷേ ഒരു കാര്യം നാം എപ്പോഴും ഉറപ്പാക്കണം, ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ ക്രിസ്ത്യാനികളും ദൈവരാജ്യത്തിലെത്തുമെന്ന് നാം അങ്ങ് അന്ധമായി ചിന്തിച്ചു പോകരുത്. എല്ലാവർക്കും എത്തുകയും ചെയ്യാം, പക്ഷേ ആരും എത്താതെയും വരാം. കാരണം ദൈവരാജ്യത്തിൻ്റെ നിയമം അത് ദൈവിക നിയമങ്ങളാണ്. അത് മനുഷ്യർക്ക് മാറ്റാവുന്നതല്ല, സഭകൾക്ക് മാറ്റാവുന്നതല്ല, പ്രസ്ഥാനങ്ങൾക്ക് മാറ്റാവുന്നതല്ല, സാഹചര്യങ്ങൾക്ക് മാറ്റാവുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമായാലും അനാരോഗ്യമായാലും, ധനവാനായാലും ദരിദ്രനായാലും, സ്ഥാനിയായാലും സാധാരണക്കാരനായാലും, അധികാരമുള്ളവനായാലും കൂലിപ്പണിക്കാരനായാലും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ ദൈവരാജ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ജീവിക്കേണ്ടതായ മാർഗമുണ്ട്, അവൻ ജീവിക്കേണ്ടതായ രീതിയുണ്ട്, അവൻ ജീവിക്കേണ്ടതായ സ്വഭാവങ്ങളുണ്ട്, അവൻ പറയേണ്ടതായ വാക്കുകളുണ്ട്, പറയാൻ മേലാത്ത വാക്കുകളുണ്ട്, അവൻ പെരുമാറേണ്ടതായ രീതിയുണ്ട്, അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടാൻ മേലാത്ത ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാതെ ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. ഈ ഹ്യൂമൻ ഹാർട്ട് കനോട്ട് ബി ഇൻഫ്ലേറ്റഡ് ബൈ പ്ലഷർ ആൻഡ് റിച്ച്നെസ് എന്ന് പറയും. എന്നുവെച്ചാൽ മനുഷ്യ ഹൃദയത്തെ സുഖം കൊണ്ട് അങ്ങ് വീർപ്പിക്കാൻ സാധിക്കില്ല. മനുഷ്യ ഹൃദയത്തെ ധാരാളം സുഖാനുഭവങ്ങൾ കൊണ്ട് മനുഷ്യ ഹൃദയത്തെ വീർപ്പിക്കാൻ സാധിക്കില്ല, സമാധാനമുള്ളതാക്കാൻ പറ്റില്ല. അതുപോലെ അവന് പണം കൊടുത്ത് പണം ധാരാളം പണം അവൻ്റെ പേരിൽ ഇട്ടുകൊണ്ട് മനുഷ്യ ഹൃദയത്തെ സന്തോഷമുള്ളതാക്കാൻ സാധിക്കില്ല. വേദപുസ്തകം നമുക്കറിയാമല്ലോ, ശലോമോൻ എത്ര 1000 സ്ത്രീകളുമായിട്ട്, വെപ്പാട്ടികളും ഭാര്യമാരുമായിട്ട് 1000 സ്ത്രീകളുമായിട്ട് ശലോമോൻ ജീവിച്ചു. പ്ലഷറാണ്. പക്ഷേ ഹ്യൂമൻ ഹാർട്ട്സ് cannot be inflated by pleasure. എത്ര ലൈംഗിക സുഖം കൊണ്ടും മനുഷ്യ ഹൃദയത്തെ സന്തോഷമുള്ളതാക്കാനോ സൗഖ്യമുള്ളതാക്കാനോ യഥാർത്ഥമായ സുഖം അനുഭവിക്കാനോ സാധിക്കില്ല. ദാവീദ് രാജാവിന് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ദാവീദിന് സുഖം പോരാ എന്ന് തോന്നിയിട്ട് വേറൊരുത്തൻ്റെ ഭാര്യയെ കൂടെ ഭാര്യയാക്കിയെടുത്തു. സുഖം കൂടിയില്ല എന്ന് മാത്രമല്ല, ദോഷം വരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയോടുകൂടെ, സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ, ദൈവം തന്ന ഭാര്യയോടുകൂടെ, ഭർത്താവിനോടുകൂടെ സന്തോഷമുള്ളൊരു കുടുംബജീവിതം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള സന്തോഷമൊന്നും, എത്ര അവിഹിത ബന്ധം, എത്ര അവിഹിതമായ വേഴ്ച, ഏതെല്ലാം സാഹചര്യങ്ങളിലുള്ളതായ അവിഹിതമായ കാര്യങ്ങൾ കൊണ്ടോ മനുഷ്യ ഹൃദയത്തിന് അനുഭവിക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കിട്ടില്ല. അതുകൊണ്ടൊന്നും കിട്ടുന്നതല്ല മനുഷ്യ ഹൃദയത്തിൻ്റെ സന്തോഷം, സുഖമെന്ന് പറയുന്നത്. അത് ദൈവം തരുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴേ കിട്ടുകയുള്ളൂ. ഇളകാത്ത രാജ്യം, ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായ 1-2 ബോധ്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താണ് ദൈവരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട നിർണയം എന്താണ്? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് ദൈവം
ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജീവനുള്ള ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ്, യെരമ്യാ പ്രവാചകനോട് ദൈവം പറയും, 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയും, നീ അമ്മയുടെ ഹൃദയത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതാണ് വലിയ സത്യം. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനേക്കാൾ 2000 കൊല്ലം മുമ്പ് ദൈവം സ്വർഗത്തിൽ നമുക്ക് പോകാനുള്ളതായ വഴിയും വാതിലും എല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞു. നാം ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ബലി മുഖാന്തരം നമുക്ക് സ്വർഗത്തിലെത്താനുള്ളതായ വാതിലുണ്ടായി. അവൻ്റെ കാൽവരി രക്തം മുഖാന്തരം നമുക്കുള്ളതായ പാപമോചനത്തിനുള്ളതായ മുഖാന്തരമുണ്ടായി അവിടെ. ഇതെല്ലാം നാം ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് ദൈവം ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ യെരമ്യാവിനെ ഭൂമിയിൽ അവൻ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പ്രവാചകനാകാനായിട്ട് ദൈവം അവനെ വിളിച്ചു കഴിഞ്ഞു. ഇവിടെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം നമ്മളെ വിളിച്ചു ക്രിസ്തു മുഖാന്തരം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമുള്ളതായ ഒരു കഴികൾ പ്രാപിച്ച് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ സമാധാനവും ക്രിസ്തുവിൽ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ മുന്നമേ വിളിച്ചു. ഈ സത്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ സത്യമാണ് നാം ഉൾക്കൊണ്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളെ ഭരിക്കുന്ന സർക്കാരുകളുണ്ട്. നമ്മുടെ ഭരിക്കുന്ന സർക്കാരിന് ധാരാളം പദ്ധതികളുണ്ട്, ധാരാളം പ്രോജക്ട്സ് ഉണ്ട്. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകളാണ്. നാം ചേർന്ന് നിൽക്കുന്ന സഭകളുണ്ട്. സഭകൾക്ക് സഭകളുടേതായ പല പ്രോജക്റ്റുകളുമുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പല പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ നിത്യനായ ദൈവത്തിന് ഒരേ ഒരു പ്രോജക്റ്റേ ഉള്ളൂ. നിത്യനായ ദൈവത്തിന് ഒരേ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. എന്താണ് ആ പദ്ധതി? അതാണ് യോഹന്നാൻ 3:16. എല്ലാവർക്കും അറിയാമല്ലോ, നമുക്കൊന്ന് കേൾക്കാം. അത് യോഹന്നാൻ 3:16. അതാണ് ദൈവത്തിൻ്റെ ഏക പദ്ധതി, അത് മാത്രമേ ഉള്ളൂ. തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം ഏത് പാപിയെയും, കൊടുംപാപിയെയും, കൊലപാതകനെയും, തന്നിഷ്ടക്കാരനെയും, മദ്യപാനിയെയും, അശുദ്ധനെയും, മ്ലേച്ഛനെയും എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം ദത്തെടുത്ത് അവനെ വില കൊടുത്ത് മേടിച്ച് അവനെ കഴുകി വെടിപ്പാക്കി ദൈവരാജ്യത്തിൽ എത്തിക്കണമെന്നുള്ളതായ ഏക പ്രോജക്റ്റേ ഉള്ളൂ പിതാവായ ദൈവത്തിന്. പിതാവായ ദൈവത്തിന് വേറെ ഒരു പദ്ധതിയില്ല. ഈ ഭൂമിയിൽ ഒരു പദ്ധതിയേ ഉള്ളൂ ദൈവത്തിന്. സഭയുണ്ടാക്കലോ, പള്ളിയുണ്ടാക്കലോ, പള്ളിക്കൂടം ഉണ്ടാക്കലോ, അല്ലെങ്കിൽ ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതികളല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യനുണ്ടാക്കുന്ന പദ്ധതികളാണ്. ദൈവത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം സകല മനുഷ്യരെയും ദൈവരാജ്യത്തിലെത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം വരുന്നുണ്ടോ? നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് നിത്യനായ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതാണ് മനുഷ്യൻ അവഗണിച്ച് കളയുന്നത്. ആ വലിയ സത്യമാണ് അവഗണിച്ച് കളയുന്നത്. ദൈവരാജ്യം പ്രാപിക്കണമെന്നുള്ളവൻ ആ സത്യം ഉൾക്കൊള്ളണം. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമാകാൻ ദൈവം എന്നെ കണ്ടെത്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 1-2 വാക്യം വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും മിഥുനയിലും ചെതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന് മുന്നറിയിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ പത്രോസാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പത്രോസാണ്. ഞാൻ വേറെ ഏതെങ്കിലും പത്രോസാണെന്നല്ല, ഞാൻ യേശുവിൻ്റെ പത്രോസാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ യേശുവിൻ്റെ പത്രോസാണ്. ഞാനിപ്പോൾ പഴയ പത്രോസല്ല. പണ്ട് കർത്താവിൻ്റെ കൂടെ നടന്ന കാലത്ത് ഒരു പഴയ പത്രോസായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പത്രോസാണ്. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ പത്രോസാണ്. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു സാക്ഷ്യമുണ്ടോ? ഈ പ്രസംഗിക്കുന്ന എനിക്ക് എന്നെക്കുറിച്ച് തന്നെ എൻ്റെ പേര് ജോർജ് എന്നാ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജോർജാണോ? പ്രിയപ്പെട്ടവരെ, നീ യേശുവിൻ്റെ
മത്തായിയാണോ? നീ യേശുവിൻ്റെ മറിയമാണോ? നീ യേശുവിൻ്റെ സാറായാണോ? യേശുവിൻ്റെ പത്രോസാണ് ഞാൻ. ദൈവമക്കളെ, ആ ബോധ്യമാണ് പത്രോസിനെ വീഴാത്തവനായി നിർത്തിയത്. വീഴുന്ന പത്രോസിനെ വീഴാത്ത പത്രോസാക്കിയത് ഞാൻ യേശുവിൻ്റെ വകയാണെന്നുള്ള ബോധ്യമാണ്. ഞാൻ ഇളകാത്ത രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ ഇനി വീഴേണ്ടവനല്ല. എന്നെ വീഴാതെ വണ്ണം നിർത്തുവാൻ ശക്തനായവൻ്റെ കരത്തിലാണ് ഞാനിന്ന്. ആ ഉറപ്പായ സാന്നിധ്യം. പ്രിയ ദൈവത്തിലെ, നീ കലങ്ങണ്ട. നീ ഇന്ന് ആശുപത്രിയിൽ കിടക്കുകയായിരിക്കും. പക്ഷേ നീ യേശുവിൻ്റെ ഒരു രോഗി. നീ യേശുവിൻ്റെ മകളാണ്. ഞാൻ യേശുവിൻ്റെ മകനാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. ആ ബോധ്യത്തോടു കൂടെ ഏത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കും പോകാം, ഏത് വാർഡിലേക്കും പോകാം, ഏത് പ്രതിസന്ധിയിലേക്കും പോകാം, ഏത് ഇൻ്റർവ്യൂവിനും പോകാം, ഏത് പരീക്ഷ എഴുതാനും പോകാം, ഏത് പ്രതികൂല സാഹചര്യത്തിലേക്കും ദൈവമക്കളെ പോകാം. ഞാൻ യേശുവിൻ്റേതാണ്. ഞാൻ യേശുവിൻ്റെ പത്രോസാണ്. ഞാൻ ഇളകാത്ത രാജ്യമല്ല. ഞാൻ ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ച് ഒരു നിഷ്കളങ്കനും വിശുദ്ധനും നിഷ്കളങ്കനുമാകണം. പൗലോസ് അപ്പോസ്തലൻ പറയും, നിഷ്കളങ്കനാകുക. എന്താണ് പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കനാകുക എന്ന് പറഞ്ഞാൽ? ഒരു നിഷ്കളങ്ക ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത് നിഷ്കളങ്ക ഹൃദയം എന്ന് പറഞ്ഞാൽ പല തിന്മകളും, അവിഹിത വീഴ്ചകൾ, പണത്തിൻ്റെ കാര്യത്തിൽ ധനം, വഞ്ചന, അസൂയ അല്ലെങ്കിൽ പ്രതികാരം, ഇതൊക്കെ പ്രവൃത്തിപഥത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കാണും. പ്രവൃത്തിയിൽ വരുന്നത് പിന്നീടായിരിക്കും, ചെയ്യുന്നത് പിന്നീടായിരിക്കും. പക്ഷേ ചെയ്യണമെന്നുള്ള ആഗ്രഹം ചെയ്യുന്നതിന് മുമ്പേ വരും. അത് ചെയ്താലുള്ള സുഖത്തെക്കുറിച്ചെല്ലാം അതിന് മുമ്പേ ചിന്തിക്കും മനുഷ്യൻ. അങ്ങനെ പണമുണ്ടായാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ, അങ്ങനെ ഒരു കാര്യം സാധിച്ചാൽ, അതുവഴി എനിക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്നെല്ലാം മനുഷ്യൻ മുന്നമേ ഭാവനയിൽ വരും. അവൻ്റെ ഹൃദയം അതെല്ലാം ചിന്തിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ അവനത് ആസ്വദിക്കുകയും ചെയ്യും. പ്രവൃത്തിയിൽ വരികയില്ല. അപ്പോൾ ഈ ഹൃദയം കൊണ്ട് മോഹത്തോടെ ചിന്തിച്ചതായ കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ പാപബോധമായിട്ട് വരികയില്ല. അത് മനുഷ്യന് തെറ്റായിട്ട് തോന്നുകയില്ല. കാരണം ഒരു ദോഷം ചെയ്തില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പം ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അത് ഏറ്റുപറയേണ്ടതായൊരു പാപമായിട്ടോ, ജീവനുള്ള ദൈവം കണ്ടതായൊരു പാപമായിട്ടോ, ദൈവം കണക്കിടുന്നൊരു പാപമായിട്ടോ മനുഷ്യന് തോന്നുകയില്ല. മനുഷ്യൻ സ്വാഭാവികമായി ചിന്തിക്കില്ല. അതാണ് ആത്മാവിൻ്റെ നിഷ്കളങ്ക മനസ്സെന്ന് പറയുന്നതാണ്. അവിടെ നിഷ്കളങ്കത്വമില്ല. ശരീരത്തിന് നിഷ്കളങ്കത്വമുണ്ട്, കാരണം ശരീരം കൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആത്മാവിന് അഥവാ മനസ്സിന് നിഷ്കളങ്കത്വമില്ല. മനസ്സ് അശുദ്ധിയിൽ വീണിട്ടുണ്ട്. മനസ്സ് കാപട്യം ചിന്തിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് നിഷ്കളങ്കനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നിഷ്കളങ്ക ഹൃദയം നമുക്ക് കിട്ടണം. ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ നീതിമാനല്ല, കാരണം എൻ്റെ ഹൃദയത്തിൽ അതെല്ലാം വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥമായി ദൈവരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു നിർണയമുള്ള വ്യക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിർണയമുള്ള വ്യക്തി. എനിക്കൊരു വിശുദ്ധനാകണം, നിഷ്കളങ്കനാകണം, ആത്മാവിൻ്റെ മുന്നറിവിനൊത്തവണ്ണം. എൻ്റെ ശരീരത്തിന് നിഷ്കളങ്കത്വം അറിയാം, പക്ഷേ എൻ്റെ മനസ്സ് നിഷ്കളങ്കമല്ല. തിരിച്ചറിഞ്ഞേറ്റു പറയുക. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം, ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം. എന്താണ് ദൈവത്തിൻ്റെ മുന്നറിവ്? അനേകർ വിചാരിക്കും ദൈവത്തിൻ്റെ മുന്നറിവ് എൻ്റെ ജോലി, എൻ്റെ കുടുംബം, ഞാൻ താമസിക്കുന്ന ഇടം, ഇതെല്ലാം ദൈവത്തിൻ്റെ മുന്നറിവാണെന്ന് വിശ്വാസികൾക്ക് ചിന്തിക്കാനും ധ്യാനിക്കുവാനും എല്ലാം ജീവിതാനുഭവം കൊണ്ട് അവർക്കത് പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിലെല്ലാം മാനുഷിക അംശമുണ്ട്. അത് ദൈവം തന്നതാണ്. ഭാര്യ ദൈവം തന്നതാണ്, കുടുംബം ദൈവം തന്നതാണ്, താമസിക്കുന്ന വീട് ദൈവം തന്നതാണ്, ജോലി ദൈവം തന്നതാണ്, മക്കൾ ദൈവം തന്നതാണ്. പക്ഷേ അതെല്ലാം ദൈവം തന്നതാണെന്ന് പറയുമ്പോഴും അതിനകത്തെല്ലാം ഒരു മാനുഷിക അംശമുണ്ട്, എൻ്റേതായ ഒരു പാർട്ടുണ്ട്. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം മാത്രമാണ്. ഞാൻ എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടത് എങ്ങനെ, ഞാൻ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് എങ്ങനെ, ഞാൻ ദൈവരാജ്യത്തിലെത്തുന്നത് എങ്ങനെ, അതിനകത്ത് എൻ്റെ യാതൊരു പ്ലാനുമില്ല, എൻ്റെ യാതൊരു പദ്ധതിയുമില്ല, എൻ്റെ യാതൊരു പാർട്ടുമില്ല. അത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിട്ടാണ് എന്നെ ദൈവം ദൈവരാജ്യത്തിലെത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മുന്നറിവാണ്. അത് ദൈവത്തിൻ്റെ മാത്രം കരുപരിപാടിയാണ് എൻ്റെ ആത്മാവിൻ്റെ രക്ഷ.
ഞാൻ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചു. ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടു. അതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാറിപ്പോകുന്നതല്ല. ദൈവരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു സാഹിത്യകാരനുണ്ടല്ലോ, വിക്ടർ ഹ്യൂഗോ. അദ്ദേഹം പറയും, 80 വയസ്സായപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്ട്രീംസ് ഇൻ ദ ഡെസർട്ട് എന്ന പുസ്തകത്തിലാണ് ഞാനത് വായിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയും, എനിക്കൊരു ഭാവി ജീവിതമുണ്ടെന്ന് എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു തുടങ്ങിയെന്ന്. എപ്പോഴാ? 80-ാമത്തെ വയസ്സിൽ. എനിക്കൊരു ഭാവി ജീവിതമുണ്ടെന്ന് എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു തുടങ്ങി. ദൈവത്തിൻ്റെ ഒരു അനുഭവം കൂടെ അദ്ദേഹം പറയും. അനേക പ്രാവശ്യം ചില്ലി വെട്ടപ്പെട്ട ഒരു വൃക്ഷമാണ് ഞാൻ. വൃക്ഷത്തിൻ്റെ ചില്ലി പല പ്രാവശ്യം നാം വിട്ടു. അദ്ദേഹം പറയുകയാണ്, ഞാൻ അനേക പ്രാവശ്യം കൊമ്പുകൾ വെട്ടപ്പെട്ട ഒരു വൃക്ഷമാണ് ഞാൻ. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വെട്ടിയെങ്കിലും പിന്നീട് നല്ല കൊമ്പുകളാണ്, നല്ല കൂമ്പാണ് എനിക്ക് വന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത്ര അദ്ദേഹം പറയും, എൻ്റെ ഹൃദയം ആകാശത്തേക്കിങ്ങനെ ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലയിലേക്കൊരു സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ആ ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നത്. ഹൃദയം ആകാശത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്നു. തലയിലേക്ക് സൂര്യപ്രകാശം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ താൻ ചിന്തിക്കുകയാണ്, ഈ ആത്മാവില്ല എന്നൊക്കെ ധാരാളം പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ ആത്മാവൊന്നൊന്നില്ലെങ്കിൽ ശരീരം ഇത്രയും വാർദ്ധക്യം പ്രാപിച്ചു, ശരീരത്തിന് യാതൊരു കഴിവില്ലാത്ത എൻ്റെ ഈ ഹൃദയത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം വരുന്നത്? ആത്മാവില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം എൻ്റെ ഹൃദയത്തിൽ? എന്തിലാണ് സന്തോഷിക്കാനുള്ളത്? ശരീരം ചുക്കിച്ചുളിഞ്ഞു, ക്ഷീണിച്ചു, നടക്കാനുള്ള പ്രാപ്തിയെല്ലാം കുറഞ്ഞു, ഭക്ഷണത്തിൻ്റെ രുചിയെല്ലാം പോയി. ഇങ്ങനെ മാനുഷികമായ സർഗശക്തിയും ക്ഷയിച്ചു, എല്ലാം കുറഞ്ഞു പോയപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം. ആ സന്തോഷം എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? അത് എന്തിൻ്റെ സന്തോഷമാണ്? അത് സന്തോഷത്തിൻ്റെ കാരണം എന്താ? അദ്ദേഹം കൊണ്ട് പിടിച്ചു. ആ സന്തോഷത്തിൻ്റെ കാരണം എൻ്റെ ആത്മാവ് ദൈവത്തോട് സഹിത്യത്തിലാണ്. എൻ്റെ ആത്മാവ് ദൈവത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് വരുന്നു. അതുകൊണ്ടാണ് ആ സന്തോഷമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ ഞാൻ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുന്നു. വൈണികന്മാർ വീണമിട്ടുന്ന പോലെയുള്ള മനോഹരമായ ഗാനങ്ങൾ ഞാൻ കേൾക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിളകാത്ത രാജ്യമുണ്ട്. ശരീരം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് ക്ഷയിക്കുമ്പോൾ, നമുക്കറിയാം, പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് നോക്കിയിരുന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും ആ സൂര്യൻ്റെ കിരണങ്ങളാൽ ആ ചക്രവാളം ചുമന്നിട്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് ഭൂമി മുഴുവനും പ്രകാശിക്കുന്ന കാണാം. സൂര്യനില്ല, എന്നാൽ ആ സൂര്യൻ മറഞ്ഞ ചക്രവാളത്തിൻ്റെ ആ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വാർദ്ധക്യത്തിലും ആ വലിയ സന്തോഷം, ആ വലിയ സ്വസ്ഥത. വിക്ടർ ഹ്യൂഗോ പറഞ്ഞതുപോലെ ശരീരം ക്ഷീണിച്ചു, മനസ്സ് ക്ഷീണിച്ചു, കൊമ്പുകൾ വെട്ടി, പുതിയ കൊമ്പുകളൊക്കെ വന്നു, എങ്കിലും മനസ്സിൽ വലിയ സന്തോഷം. ആ സന്തോഷം എന്തിൻ്റെതാണ്? ഞാൻ യേശുവിൻ്റെ വകയാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഞാൻ യേശുവിൻ്റെ വകയാണ്. അവനെന്നെ വില കൊടുത്ത് മേടിച്ചതാണ്. അവനെനിക്ക് വേണ്ടി രക്തം ചിന്തിയതാണ്. അവനെനിക്ക് വേണ്ടിയാണ് അബ്ബാ പിതാവേ എന്ന് ആ കാൽവരിയിൽ കരഞ്ഞത്. അവൻ്റെ പ്രാണനവൻ വെച്ച് തന്നത് എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അവനെന്നെ നിഷ്കളങ്കനാകാൻ വേണ്ടി വിളിച്ചു. ഞാൻ യേശുവിൻ്റെ പത്രോസാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശുവേ, ഞാൻ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കരുണയുള്ള കർത്താവേ, ഞാൻ ഇന്നു മുതൽ നിൻ്റെ മകനായി ഞാൻ ജീവിക്കും. ഞാൻ ഇന്നു മുതൽ ഒരു വിശുദ്ധ ഹൃദയത്തിന് വേണ്ടി ദാഹിക്കും. ഞാൻ ഇന്നു മുതൽ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുകയില്ല. ഞാൻ ഇന്നു മുതൽ ആത്മാവിൻ്റെ വ്യത്യാസയോടെ, ധൈര്യത്തോടെ, വീറോടെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു ദൈവവേലക്കാരനായി ഞാൻ ജീവിക്കും. എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.